തൊഴിലാളികളുടെ കൂലി പുതുക്കുന്നത് 3 വർഷത്തിലൊരിക്കലാണ്. കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ച കൂലി കരാറിൻ്റെ കാലാവധി ഡിസംബർ 31 അവസാനിച്ചു. 2026 ജാനുവരി 1 മുതൽ കൂലി പുതുക്കൽ നിശ്ചയിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിരുന്നു. ആ ഡിമാൻഡ് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കെ ജയചന്ദ്രനും സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനും ബഹുമാനപ്പെട്ട തൊഴിലുവകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് ഞങ്ങൾ കൊടുത്ത ഡിമാൻഡ് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഈ കാര്യം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ മാസം 18-ാം തീയതി തിരുവനന്തപുരത്ത് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം വിളിച്ചു. ലേബർ കമ്മീഷണറാണ് ഞങ്ങൾക്ക് കത്ത് തന്നത്. അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ആദ്യത്തെ ചർച്ചയിൽ തന്നെ തൊഴിലുവകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുൻകാലങ്ങളിൽ ഒരു മന്ത്രിമാരും ചെയ്യാത്തതുപോലെ ആദ്യത്തെ ചർച്ചയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു. നമ്മൾ ഡിമാൻഡ് നോട്ടീസ് എല്ലാ യൂണിയനും നൽകിയിട്ടുണ്ടെന്ന് INTUC-യും ഞങ്ങളെല്ലാം പറഞ്ഞു. ആ ഡിമാൻഡ് നോട്ടീസ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ APKയുടെ യോഗം എറണാകുളത്ത് കൂടി ആ നോട്ടീസ് പഠിച്ചതിന് ശേഷം ഈ ഡിമാൻഡിനോട് പ്രതികരിക്കാം. ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. തേയിലയൊന്നും കയറി പോകുന്നില്ല, ഏലക്കാവ് കയറി പോകുന്നില്ല, കാപ്പിയുടെ പ്രശ്നമുണ്ട്, റബ്ബറിൻ്റെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്കൊരു ബാങ്കുകാരും ലോൺ തരുന്നില്ല. രാജമാണിക്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തോട്ടം ഭൂമികളെ മാത്രമല്ല ഉപ്പുതരടക്കമുള്ള പ്രദേശങ്ങളിലെ കൃഷിഭൂമിയെപ്പോലും ആളുകൾക്ക് കരമടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് പ്ലാന്റേഷൻ ഉടമകളായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്തു വീട് വെച്ച് ബാങ്കിൽ നിന്നൊരു പൈസ ഒരു ബാങ്കുകാരും ലോൺ തരത്തില്ല. ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രാജമാണിക്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കോടതിയിൽ നിന്നൊക്കെ ഉത്തരവ് വരികയും ഞങ്ങളതിനായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ തോട്ടങ്ങളിൽ ചിലത് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഉള്ള തോട്ടങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ വണ്ടിപ്പെരിയാറിലെ RVT കമ്പനിയുടെ 2 കമ്പനികൾ പോപ്സ് ഗ്രൂപ്പും ബഥേൽ ഗ്രൂപ്പും തോട്ടം അടച്ചിരുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവായി ഈ കൂലി ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണം എന്നാണ് അവർ മന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പ്ലാന്റേഷൻ നേരിടുന്ന പ്രശ്നമാണ്. പക്ഷേ എങ്കിലും 3 വർഷം മുമ്പ് പുതുക്കിയ കൂലിയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ കൂലി വർധനവ് തൊഴിലാളികൾക്ക് കൊടുത്തേ മതിയാകും. തൊഴിലാളിയുടെ ജീവിതം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. എന്തായാലും ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് മന്ത്രി പ്ലാന്റേഷൻ ഉടമകളോട് പറഞ്ഞു, നിങ്ങൾ കൂടിയാലോചിച്ചിട്ട് അടുത്ത മാസം 5-ാം തീയതി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിക്കും. നിങ്ങൾ എത്ര കൂലി കൊടുക്കും എന്നുള്ള വിവരം നിങ്ങൾ പറയണം. ട്രേഡ് യൂണിയനുകളും ഇവർ പറഞ്ഞതെല്ലാം പരിഗണിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടി ഒരു കരാറുണ്ടാക്കാൻ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ യോഗം പിരിഞ്ഞു. അന്ന് മന്ത്രി പറഞ്ഞതുപോലെ 5-ാം തീയതി ലേബർ കമ്മീഷൻ യോഗം വിളിച്ചു. ലേബർ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ മാനേജ്മെൻറ്റ് കൂലി വർധനവ് പ്രയാസമാണ് എന്നാണ് പറഞ്ഞത്. മന്ത്രിയോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളോട് ചോദിച്ചു എന്താ വേണ്ടത്. ഞങ്ങൾ പറഞ്ഞു 41 രൂപയാണ് കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചത്. ഈ തവണ ഒരു 55 രൂപയെങ്കിലും മിനിമം വർദ്ധിപ്പിച്ചു തരണം. ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 55 രൂപ എല്ലാ യൂണിയൻ ഫെഡറേഷൻ നേതാക്കന്മാരും കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ടാണ് പറഞ്ഞത് 55 രൂപ. മാനേജ്മെൻറ്റ് 20 രൂപ പറഞ്ഞു. അപ്പോൾ ലേബർ കമ്മീഷൻ പറഞ്ഞു, നിങ്ങളുടെ 20 അവരുടെ 55 പൊരുത്തപ്പെടത്തില്ല, നിങ്ങൾ കൂടി ആലോചിച്ച് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അവർ പുറത്തു പോയി ആലോചിച്ചിട്ട് വന്നിട്ട് 5 രൂപ കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ 25. അപ്പം മന്ത്രി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കമ്മീഷനോട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയോട് പറഞ്ഞു 30 രൂപ 25 രൂപ എന്നുള്ളതിൽ കേൾക്കുകയാണ്. 30 രൂപയുടെ വ്യത്യാസമുണ്ട്. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പോൾ മന്ത്രി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നാളെ കഴിഞ്ഞ് രാവിലെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്താമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ 7-ാം തീയതി രാവിലെ മന്ത്രി പങ്കെടുത്തുകൊണ്ട് ചർച്ച ആരംഭിച്ചു വീണ്ടും. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇന്ന് കരാർ ഒപ്പിട്ട് പിരിയണം, തർക്കിച്ച് പിരിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ചർച്ച നടക്കത്തുള്ളൂ. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 3 മാസമായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പം മാനേജ്മെൻറ്റ് വീണ്ടും പഴയ പ്രസംഗം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ 25 എന്നാണ് പറഞ്ഞത്, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ട്രേഡ് യൂണിയൻകാരോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താ പറയണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞത് 55 രൂപയാണ്. മന്ത്രി പറഞ്ഞു, 2 കൂട്ടരും സമ്മതിക്കാമെന്നുണ്ടെങ്കിൽ
ഞാനൊരു മധ്യസ്ഥ നിർദ്ദേശം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ഒരു മധ്യസ്ഥ നിർദ്ദേശം പറഞ്ഞു. മന്ത്രി പറഞ്ഞ മധ്യസ്ഥ നിർദ്ദേശം കഴിഞ്ഞ തവണ 41 രൂപയായിരുന്നു 3 കൊല്ലം മുമ്പ്. ഇത്തവണ അത് 48 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. ഒന്ന്, ആ 48 രൂപയിൽ ആനുകൂല്യങ്ങളോടുകൂടി നിങ്ങൾ 43 രൂപ കൊടുത്താൽ മതി. 5 രൂപ കാപ്പിത്തോട്ടങ്ങളിൽ 6 വർഷം മുമ്പ് ഒരു ഇൻസെൻറ്റീവായിട്ട് കൂലിയോടൊപ്പം 5 രൂപ കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങളില്ലാതെ. അങ്ങനെ കാപ്പിത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലുമെല്ലാം കൂലിക്ക് പുറമെ 5 രൂപ കൂടി ചേർത്ത് 48 രൂപ കൂലി കൊടുക്കുക. ഒന്ന്. 2, കൂലിക്കരാർ ഒപ്പിടുമ്പോൾ സാധാരണ ഒപ്പിടാൻ താമസം വരുന്ന കാലയളവിലെ കൂലിക്കൊരു കുടിശ്ശിക കൊടുക്കാറുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞു, ഞങ്ങൾ ജാനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് ഏപ്രിൽ 1 തീയതി മുതൽ ഞങ്ങൾ കൂലി കരാർ നടപ്പാക്കാമെന്ന് പറഞ്ഞു. മന്ത്രി അത് അംഗീകരിച്ചു. നിങ്ങൾ ഏപ്രിൽ 1 തീയതി മുതൽ കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ PLC കരാർ പ്രകാരം ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ തൊഴിലാളിക്ക് ഒരു 1000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അവർ ചാടി എഴുന്നേറ്റ് ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ ബഹിഷ്കരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ്, ഇരിക്കും, നിങ്ങൾ പോവുകയല്ല വേണ്ടത്, ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, ബാങ്കിൽ നിന്നൊന്നും പൈസ കിട്ടത്തില്ല ഞങ്ങൾക്ക്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ 1000 രൂപ ഈ മാസത്തെ ശമ്പളം മാർച്ച് മാസത്തെ ശമ്പളം സെറ്റിൽ ചെയ്യുമ്പോൾ ചെക്ക് ബാലൻസ് തീർക്കുമ്പോൾ 1000 രൂപ കൂടി ശമ്പളത്തോടൊപ്പം ചേർത്ത് കൊടുത്തേ മതിയാവൂ. അതിൽ നിങ്ങളുടെ വിഷമം കണക്കിലെടുത്തുകൊണ്ട് 500 രൂപ മാത്രമേ തിരിച്ചു പിടിക്കാവുള്ളൂ. 500 രൂപ തൊഴിലാളിക്ക് 1000 രൂപ കൊടുക്കുന്നതിൽ 500 രൂപ പിടിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ മന്ത്രി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ INTUCയുടെ പ്രതിനിധി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് 100 രൂപ ശമ്പളം വർദ്ധിപ്പിക്കണം. അപ്പം മന്ത്രി പറഞ്ഞു, അപ്പോൾ ഇത് തീരരുതെന്നാണോ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ബാക്കിയുള്ള ട്രേഡ് യൂണിയൻകാർ അതുപോലെ മാനേജ്മെൻറ്റ് എല്ലാവരും മന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ചു. അതുപ്രകാരം എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ ഇടക്കാല ആശ്വാസമൊന്നുമല്ല, ഇത് കരാർ പ്രകാരമുള്ള ശമ്പള വർധനമാണ്. ആ രൂപത്തിൽ ചരിത്രത്തിലാദ്യമായി തൊഴിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് 3ാമത്തെ ചർച്ചയിൽ കരാറുണ്ടാക്കിയെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി മെമ്പറാണ്. നിരവധി തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ മുമ്പിൽ ചർച്ചയ്ക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 3ാമത്തെ സിറ്റിങ്ങിൽ തീരുമാനമെടുത്ത് തൊഴിലാളികൾക്ക് സഹായകരമായിട്ട് തീരുമാനമെടുത്ത ഒരു മന്ത്രി ശിവൻകുട്ടി മാത്രമാണ് ഞാൻ കണ്ടത്. ഈ കരാറ് കേരളത്തിലെ തോട്ടം തൊഴിലാളികൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ് അന്ന് തന്നെ തോട്ടങ്ങളിൽ തൊഴിലാളികൾ അനുകൂലമായി, ഗവൺമെൻറ്റിനും ഒക്കെ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി. പിറ്റേ ദിവസം അവർ തോട്ടങ്ങളിൽ പായസം വെച്ച് വിതരണം ചെയ്തു. ആ രൂപത്തിൽ തൊഴിലാളികൾ സ്വീകരിച്ച ഒരു കരാറാണ്. ഈ കരാറിനെ എതിർത്ത് 100 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് PLC യോഗത്തിൽ നിന്ന് INTUCയുടെ നേതാവ് ഇറങ്ങിപ്പോയെങ്കിലും AK മണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കരാർ ഒപ്പിടുന്നതുവരെ അവിടെ ഉണ്ടായിരുന്നു. അവരാരും INTUCക്കാർ മാത്രം കരാറിൽ ഒപ്പിട്ടില്ല, ബാക്കി എല്ലാ ട്രേഡ് യൂണിയനും കരാറിൽ ഒപ്പിട്ടു. എന്നിട്ട് ഇപ്പോൾ INTUC ലേബർ ഓഫീസിന് മുമ്പിലേക്ക് സമരത്തിന് പോകുന്നു, തോട്ടങ്ങളിൽ പണിമുടക്കുന്നു, നോട്ടീസ് കൊടുക്കുന്നു. ഇതൊരു ഉത്തരവാദിത്തമുള്ള ട്രേഡ് യൂണിയന് യോജിച്ച പണിയല്ല. വ്യവസായത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് പ്രയോജനം കിട്ടത്തക്കവണ്ണം നിലപാടെടുക്കണം. അതല്ലെങ്കിൽ അവർ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സമരം ആരംഭിക്കേണ്ടതായിരുന്നു. 3 മാസം ഉണ്ടായിരുന്നല്ലോ, അവരൊരു സമരവും നടത്തിയില്ലല്ലോ. അവരാദ്യം വന്നിട്ട് കൂലി ചർച്ച 55 രൂപ എന്നുള്ളത് യോജിച്ചൊരു ഡിമാൻഡ് മുമ്പോട്ട് വെച്ചതാണല്ലോ. അന്നൊരു 100 രൂപ പറഞ്ഞില്ലല്ലോ. മന്ത്രി വന്ന് തീരുമാനം ഉണ്ടാകാൻ പോകുന്നതെന്ന് തോന്നിയപ്പോൾ ഈ നിലപാട്. പക്ഷേ INTUCയുടെ നിലപാട് പുതിയതല്ല കേട്ടോ. ഇതിനു മുമ്പിലത്തെ PLC കരാറിൽ അവർ ഒപ്പുവെച്ചിട്ടില്ല. അതിന് 3 വർഷം മുമ്പത്തെ PLC കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്തിന്? PK ഗുരുദാസൻ മന്ത്രിയായിരുന്ന കാലത്തുണ്ടാക്കിയ PLC കരാർ അന്നത്തെ INTUC നേതാവ് PK ഗോപാലൻ മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് PLC യോഗത്തിൽ സംസാരിച്ചു. പക്ഷേ അദ്ദേഹം കരാറിൽ ഒപ്പിട്ടില്ല. അദ്ദേഹം വയനാട്ടിലെത്തിയപ്പോൾ തൊഴിലാളികൾ എല്ലാ യൂണിയൻകാരുടെ കൂട്ടമായി അദ്ദേഹത്തെ വരവേറ്റു. തൊഴിലാളിക്ക് അനുകൂലമായ കരാർ ഒപ്പുവെച്ചിട്ട് വരുന്ന ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ വയനാട്ടിലെ യോഗത്തിൽ അദ്ദേഹം മന്ത്രി PK ഗുരുദാസനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം കരാറിൽ ഒപ്പിടാതെയാണ് പോയി പ്രസംഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു നിലപാട് രാഷ്ട്രീയ പ്രേരിതമായി INTUC എക്കാലവും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച മാത്രമാണിത്. മറ്റൊന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാണ്. എൻ്റെ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റാണ് അനുകൂലമായി തീരുമാനമെടുത്തിട്ടുള്ളത്. 2008 മുതൽ ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ്, ഞാൻ 2016 ചെയർമാനാകുന്നത്, അന്ന് മുതൽ ഞാൻ ബോർഡ് കൂടി തീരുമാനിച്ച് ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെട്ടൊരു കാര്യത്തിന് അംഗീകാരം കിട്ടുന്നത് ഇപ്പോഴാണ് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ്. ആ ചെറുകിട തോട്ടം തൊഴിലാളി കുടുംബ പെൻഷൻ 150 രൂപയായിരുന്നു, വെറും 150 രൂപ. ആദ്യത്തവണ 600 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ ധനകാര്യമന്ത്രി സമ്മതിച്ചു. വിവാഹാനുകൂല്യം 3000 ആയിരുന്നു, അത് 5000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചു. ചികിത്സാ ധനസഹായം 10000 രൂപയായിരുന്നു, ആ 10000 രൂപ 15000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. മരണാനന്തര സഹായം എന്ന് പറയുന്നത് 10000 രൂപയായിരുന്നു, ആ മരണാനന്തര സഹായം
പിന്നെ അതിനകത്ത് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റേ 1500 കൊടുക്കുക, അത് കഴിഞ്ഞ് ഓരോ വർഷത്തെയും അംഗത്വത്തിന് 400 രൂപ കൂട്ടി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പരമാവധി 10,000 എന്ന് പറഞ്ഞു. ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ വ്യവസ്ഥകളില്ലാതെ തന്നെ 10,000 രൂപ മരണാനന്തര സഹായമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ചികിത്സാ സഹായം അത് പിന്നെ സാധാരണ നിന്ന് വ്യത്യസ്തമായി ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിലും 5,000 രൂപ എന്നുള്ളത് 25,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. മരണാനന്തര സഹായം 25,000 ആയിരുന്നത് 30,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ സഹായം എന്ന് പറയുന്നത് 4,000 രൂപയായിരുന്നു, അത് 10,000 രൂപയും 6,000 രൂപയുമായിട്ട് ഓരോ വ്യത്യസ്ത ഇനങ്ങൾക്ക് വർദ്ധിപ്പിച്ചു. മറ്റ് ക്ഷേമനിധി അതുപോലെ തന്നെ ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. SSLC ഫുൾ A+ 500 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അത് 1000 രൂപയാക്കി. വിദ്യാഭ്യാസ സഹായം സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന 600 രൂപയായിരുന്നു, ആ 600 രൂപ എന്ന് പറയുന്നത് 2,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അബോർഷനാകുന്ന സ്ത്രീ തൊഴിലാളിക്ക് 1,000 രൂപ 2 തവണ മാത്രം എന്നുള്ളതായിരുന്നു, അത് 2,000 രൂപ ഒറ്റത്തവണയായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ ചെറുകിട തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി അംശാദായം അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 10-15 വർഷമായി അവർ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡാണിത്. ഈ ഡിമാൻഡും ഇത്തവണ അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റും തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയും മുതലാളിമാരുടെ തൊഴിൽന്യായങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കാതെ എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം കേട്ട് അത് പരിഹരിക്കുന്നതിന് അവരോടൊപ്പം നിന്ന് മുഖ്യമന്ത്രി എല്ലാം കണ്ട് ഇടപെടുന്ന ഒരു തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അപ്പം പ്ലാന്റേഷൻ വ്യവസായത്തിന് നിലനിൽപ്പാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ മാനേജ്മെൻറ്റ് എല്ലാം വലിയ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് പീരുമേട് ടീ കമ്പനി അടക്കമുള്ള തോട്ടങ്ങളിലെ പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റ് കൊടുക്കേണ്ട ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ്റാണ് കൊടുത്തത്. MMJയിലെ പിരിഞ്ഞുപോയ തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റിയും ഗവൺമെൻറ്റാണ് കൊടുത്തത്. RVT തൊഴിലാളികൾ പിരിഞ്ഞുപോയി, അവരുടെ ഗ്രാറ്റുവിറ്റിയും ഗവൺമെൻറ്റാണ് കൊടുത്തത്. തിരുവനന്തപുരത്ത് ബോണക്കാട്ട് തൊഴിലാളി പിരിഞ്ഞുപോയി, ആ ഗ്രാറ്റുവിറ്റിയും ഗവൺമെൻറ്റാണ് കൊടുത്തത്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ചെയ്യുന്ന കാര്യമല്ലത്. പിരിഞ്ഞുപോയ തൊഴിലാളി മരിച്ചാൽ പോലും ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ മാനേജ്മെൻറ്റ് വേണ്ടി പണമില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും തൊഴിലാളിക്ക് വേണ്ടി. അതുപോലെ പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം തൊഴിലാളി ലയം നിർമ്മിച്ചു കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ലയം കിട്ടുന്ന മാനേജ്മെൻറ്റിന് ഒരു പ്രോത്സാഹനമായി 2 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ് തൊഴിലാളിക്ക് വേണ്ടി. പഴയ ലയങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി 50,000 രൂപ മാനേജ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അതും തൊഴിലാളിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ രൂപത്തിൽ നിയമം തൊഴിലാളികൾക്ക് തടസ്സമാണെങ്കിൽ ആ നിയമത്തെ മറികടന്നുകൊണ്ട് തൊഴിലാളികളെ സഹായിക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDFൻ്റെ ഗവൺമെൻറ്. തെറ്റിദ്ധാരണ പരത്താനും അതിൻ്റെ പേരിൽ അനാവശ്യ സമരം നടത്താനും ഇപ്പോൾ ഇത് തോട്ടങ്ങളിൽ ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ തോട്ടങ്ങൾ പൂട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ നിലപാടിൽ നിന്നൊക്കെ INTUC മറ്റു യൂണിയനുകൾ പിന്മാറണം, BMS ഒക്കെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.